ഇന്നത്തെ വീഡിയോ നമ്മൾ പെരുമ്പിലാവ് ചന്തയിലത്തെ വിശേഷങ്ങളാണ് കാണിക്കണത്. കുട്ടികൾ ഹലോ ബ്രോ, ഇവിടെ കന്നിണ്ടാ അവിടെ ഉണ്ടാ. അപ്പം എന്നാൽ നല്ല കുട്ടികളൊക്കെ ഉണ്ട്. നമ്മുടെ SR ഗ്രൂപ്പിനെ കാണാനില്ല, അവർ കഴിഞ്ഞിട്ട് പോയിരുന്നുകൊണ്ട് ചെറിയ കുട്ടികളുണ്ട്. അത്യാവശ്യം നല്ല ഇടനീളം കാര്യങ്ങളൊക്കെ ഉള്ള കുട്ടികളുണ്ട്. നോക്കി നോക്കാം, എങ്ങനെ ഉണ്ട് നോക്കി നോക്കാം. മൂന്നാമത്തെ കുട്ടി അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട്. മറ്റേ ബി ഷേപ്പ് അതിൻ്റെ ഹെഡും കാര്യങ്ങളുണ്ട്. ഇടനീളം സൈഡിൽ നിന്ന് നോക്കിയാലേ അറിയുള്ളൂ. ഇവിടെ ഒരു 3 എരുമകൾ നിൽക്കുന്നുണ്ട്. അവിടുത്തെ മണ്ണാർക്കാട്ടെന്ന് കൊടുന്നാണ്. അപ്പോൾ അവർ അടിപൊളി വലിയ എരുമകൾ ഇതുവരെ പെറ്റിട്ടില്ല എന്നൊക്കെ പറഞ്ഞത്. അപ്പോൾ നല്ല സൈസും ഉണ്ട്, ക്വാളിറ്റി ഉണ്ട് പറഞ്ഞിട്ട്. ഇത് ക്വാളിറ്റി എരുമയാണ്. അതെ, അതിൻ്റെ കൊമ്പും ഇതൊക്കെ വ്യത്യാസമുണ്ട്. മറ്റ് ഇടനീളവും കാര്യങ്ങളൊക്കെ ഉണ്ട്. എത്ര വില തുടങ്ങുന്നു? ഇതൊരു 28 രൂപ കൊടുക്കാം. 28 രൂപ. എത്ര ഉണ്ടാവും? 2, 4, 5 പീസ്. പിന്നെ എന്തെങ്കിലുമൊക്കെ കുറച്ചും കൊടുക്കാം കേട്ടോ. ഇത് നല്ല കുട്ടികളുണ്ട്, നല്ല ഇടനീളം കാര്യങ്ങളുള്ള കുട്ടികളുണ്ട്. അതിൻ്റെ ഹെഡ് എന്നൊക്കെ നോക്കിയാൽ കുട്ടിയെ കുറച്ചുകൂടി വലിപ്പം കൂടിയതാണ്. ഒരു 200 അത്യാവശ്യം സൈസ് ഉണ്ട്. അപ്പോൾ 200 കിലോൻ്റെ എന്തായാലും ഉണ്ട്. പുറത്തേക്ക് നിൽക്കുന്നുണ്ട് കേട്ടോ. 200 പുറത്തേക്ക് നിൽക്കുക, അങ്ങനെയാണ് വെയിറ്റ് വരുന്നത്. ഇത് നല്ല കുട്ടികളുണ്ട്. ആ കുട്ടി, ആ പിടിച്ച് നിൽക്കുന്ന കുട്ടി സൂപ്പർ കുട്ടിയാണ്. എൻ്റെ കൊമ്പ് കണ്ട ഉള്ളിലേക്ക് നന്നായിട്ട് റിങ്ങായിട്ട് വരുന്നുണ്ട്. എടുക്ക നമ്മളേതാ അതിലുള്ള ഒരു കന്ന് കൊടുക്കാണ്ട് കൂടെ. എത്ര വില പറയണേ? 40 രൂപയാണ് പറയണത്. അതിനുള്ള സൈസിനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതാണ് എൻ്റെ തല. വളർച്ചയുണ്ട്. കയ്യും കാലൊക്കെ നല്ല വീതിയും വണ്ണം കാര്യങ്ങളുണ്ട്. ആ ഇവിടെ കുറച്ച് കുട്ടികൾ നിൽക്കുന്നുണ്ട്. അതിൻ്റെ ക്വാളിറ്റി നോക്കാം. മാറ്റുകളൊക്കെ ഞാൻ അങ്ങനത്തെ ഞാനുള്ള കാര്യം പറഞ്ഞോട്. ഞാനിപ്പോ ഈ 21 വിൽക്കാനുള്ളതുകൊണ്ട് ചോറ് കൊടുക്കാൻ കഴിയില്ല. 24 റുപ്യ പറയണ്ടാവുക. എത്ര പറയണ?
ആ നമ്മുടെ ബ്രോ അയക്കുന്നുണ്ട്, നോക്കാം എങ്ങനെയുണ്ടെന്ന്. അത്യാവശ്യം ചെറിയ കുട്ടികളാണ് കേട്ടോ, വളർത്താൻ പറ്റിയ നല്ല കുട്ടികൾ തന്നെയാണ്. വില എത്രയും ചോദിച്ചു നോക്കാം. ഇത് 21 റുപ്യാണ് പറയണത്. കുറച്ചുകൂടി 21 റുപ്യാണ് പറയണത്. കുറച്ചുകൂടി വില കുറവ് കാണുന്നുണ്ട്. പറഞ്ഞുതരാം. 21 റുപ്യ പറയണത്. ഒന്നും 1000 രൂപ കുറച്ച് കൊടുക്കാന്നൊക്കെ പറയുന്നുണ്ട്. സൈഡ് നോക്കി, അതിലും സൈഡിൽ കുറച്ച് കുട്ടികൾ നിൽക്കുന്നുണ്ട്. ഇത് ആരുടെ കുട്ടിയാണാവോ? ഇത് വേറെ ടീമിൻ്റെ ആണെന്നുണ്ട്. ഈ സൈഡിൽ വേറെ ആൾക്കാരെയാണ്, അമ്മമാരെയാന്ന് പറഞ്ഞു. എല്ലായിടത്തും ഉണ്ട് ഇപ്പോൾ. ആ Apa? ഒറിജിനൽ ഗീരാണ് ഈ സാധനം. അങ്ങനെ ഇങ്ങനെയൊന്നും ഇവിടെ വരില്ല. ഇതാണ് ഒറിജിനൽ സാധനം. ക്വാളിറ്റി ഉണ്ട്. ആ ക്വാളിറ്റി സാധനമാണ്. നമ്മള് വെറുതെ പറഞ്ഞിട്ട് ഒരാൾക്ക് കൊണ്ടുവന്ന് കൊടുക്കുന്ന സാധനം എന്നത് എന്നാ കാശ് വേണ്ട. എന്നാ സാധനം നോക്കി എടുത്താൽ മതി. കച്ചവടം ചെയ്യും. പയ്യന് 18 ചോദിക്കണം. യാതിക്കാണ് പൈസ. ഈ യാതിക്കാണ് പൈസ. ഒറിജിനൽ വീടാണ് അല്ലേ? ഇത് കഴുകിട്ടോ വെള്ളം കൊടുത്തിട്ടോ നിറച്ചിട്ട് കൊടുക്കുന്ന സാധനമല്ല. അയ്യടാ ഇതൊന്നായിക്കോട്ടെ. ആ അവിടെ ഉണ്ടല്ലേ. 24 ഉൾക്കൊണ്ട. 24 ഉൾക്കൊണ്ട. കാളി കൊയ്യാൻ പോയി. സാധനം നോക്കിട്ട് ഈ പെരുമ്പാവൂർ ചന്തയില് ഇങ്ങനത്തെ ഒരു സാധനം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പൈസ തരാം. ഇതേമാതിരി ഒറിജിനൽ സാധനം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പൈസ തരാം. നിങ്ങൾ പറഞ്ഞ പൈസ തരും. 23 ഉറുപ്പിക കിട്ടാം. 23 ഉറുപ്പിക തരാം. പറഞ്ഞുതരാം.
ഇതൊക്കെ ചോദ്യം കഴിഞ്ഞാൽ ചോദിച്ചിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് മിനിമം മുറിക്ക്. ഈ സാധനത്തിനാണ് പൈസ, ഈ സാധനത്തിനാണ് പൈസ, ആ സാധനത്തിനാണ് പൈസ. 23 ഉറുപ്പിക. എത്ര കിലോ കിലോ കമ്പി വേണ്ട. ഞാൻ ഇപ്പൊ ഒന്നും ചൊല്ലിയില്ലല്ലോ. മേപ്പെട്ടതാ കേട്ടത്. മേപ്പെട്ട് വീപ്പെട്ടത് നോക്കണ്ട. ഞാൻ പറഞ്ഞ മാതിരി ഉണ്ടാ കൊണ്ടേക്കോ. അത് എനിക്ക് തന്നിട്ട് ഇനി പിന്നെ ഇതിനായാലും ആ കച്ചവടക്കാർക്ക് കൽപ്പിലെത്ര കൊടുക്കാം. ആ ഞാനെ പോണോടെ പിന്നെ അതിന്റെ പോണിച്ച് ഉണ്ടായില്ലേ? ആ അതിന്റെ മീത് അതിനാട്ടി പിന്നെ വേറെ കൊടുത്തുണ്ട്. 25 പേർക്ക് അതിന്റെ കൊടുത്തുണ്ട്. അത് വേറെ ഇത് വേറെ ഇപ്പൊ കേട്ടേനല്ലേ? കേൾക്കാനായിട്ട് മുന്നേ ഇവിടെ കുറച്ച് കുട്ടികൾ നിൽക്കുന്നുണ്ട്. ഇത് അവരുടെ അണ്ണന്മാരെ കുട്ടികളാണെന്ന് തോന്നുന്നുണ്ട്. ഇതിൻ്റെ വില എത്രയും ചോദിച്ചു നോക്കാം. എന്തൊക്കെയാണ് ചേട്ടാ വീഡിയോ എടുത്തിട്ട് എത്ര വില പറയണേ? വില ഇത് 20 രൂപ. 20 രൂപ. ഈ കുട്ടികൾ കുഴപ്പമില്ല, നല്ല കുട്ടികൾ തന്നെയാണ് കേട്ടോ. രണ്ടും കൂടി കൊണ്ടുപോകാ. ഇത് നമ്മുടെ ബ്രോൻ്റെ കുട്ടികളാണ്. നല്ല കുട്ടികൾ ഇങ്ങനെ അത്യാവശ്യം കുട്ടികളുണ്ട്. ഇന്നിപ്പോൾ കൂടുതൽ നല്ല ചെറിയ കുട്ടികൾ കൂടുതലാണ്. അപ്പോൾ ഇവരെല്ലാവരുടെ എത്തുണ്ട്. ഇപ്പോൾ ആവശ്യമുള്ളവർ കണ്ടില്ല. ഇത് 4ാമത്തെ കുട്ടി നല്ല കുട്ടിയാണ്. ഇത് അതൊരു മറ്റേ ജാഫ്രാബാദിയുടെ ക്രോസ് ഇതൊക്കെ നിൽക്കും. കൊമ്പ് കണ്ട ജാഫ്രാബാദിയുടെ ക്രോസാണ് ഈ 2 ഈ 2, 4 ഗ്രൂപ്പ് ബോർഡ് കണ്ട. അതിൻ്റെ ഹെഡ് കണ്ട. കൊമ്പ് അടിയിലേക്കാണ് വരുന്നത്. ഈ വരിയിൽ ചെറിയ കുട്ടികൾ നിൽക്കുന്നുണ്ട്. ഒന്നുകൂടിയും സൈസ് കുറഞ്ഞ കുട്ടികൾ. കുഴപ്പമില്ല, കുട്ടികൾ കുഴപ്പമില്ല. ഒന്നുകൂടിയും വില കുറയപ്പം. ഇത് 3 വരിയിലത്തെ നമ്മുടെ ബ്രോക്കുള്ള കുട്ടികളാണ്. അങ്ങോട്ട് പോകണോ?
ഇതിൻ്റെ വില നമുക്ക് കുറച്ച് കഴിഞ്ഞ് ചോദിക്കാൻ തിരക്കൊന്ന് പോകട്ടെ. അപ്പം ഇവിടെ സാധനം ഉണ്ടാവുമെന്ന് ദൈവത്തിനറിയാം. ഇവിടെ ഒരു അത്യാവശ്യം വലുപ്പമുള്ള പോത്തൊക്കെ ഉണ്ട്. നല്ല ക്വാളിറ്റി ഉണ്ട്. കൊമ്പക്കുള്ളിലേക്ക് റിങ് പോലെ നിൽക്കുന്നുണ്ട്. രണ്ട് പോത്തുകൾ ഇവിടെ നിൽക്കുന്നുണ്ട്. ഇത് 1.10 വില പറയണത്. സൈസ് അത്യാവശ്യം ഇതുണ്ട്. 10, 220, 230 ആ റേഞ്ചാണുള്ളത്. ഇവിടെ കുറച്ച് വെറൈറ്റി പോത്തുകൾ നിൽക്കുന്നുണ്ട്. കൊമ്പൊക്കെ അങ്ങനെ വീതിയിൽ. എൻ്റെ കൊമ്പ് നിൽക്കണൊക്കെ നല്ല കോമഡി ആയിട്ട്. ഇതിൻ്റെ കൊമ്പ് ഇങ്ങനെ ഈ സൈസ്. കാലങ്ങോട്ട് പിടിക്കുക. നല്ലൊരു അടിപൊളി പോത്തൊക്കെ ഉണ്ട്. നല്ല ഹെഡും കാര്യങ്ങളാണ്. തൂക്കത്ത പോത്താണ്. ഇവിടുത്തെ നല്ലൊരു പോത്ത് നിൽക്കുന്നുണ്ട്. നല്ല പോത്താണ്. വലിയ പോത്താണ്. അത്യാവശ്യം വലുപ്പമുണ്ട്. ഒരു 280 ആ റേഞ്ചിലൊക്കെ വരും. ഹെഡും നല്ല കാണാൻ ഭംഗിയുണ്ട്. ഇതും തന്നെ വരും. ഇത് 1.40 പറയണത്. 2 കൂടിയിട്ട്. അത്യാവശ്യം ഈ പോത്ത് നല്ല കാണാൻ നല്ല ലുക്കുണ്ട്. ഹെഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ പോത്തും മോശമല്ല. ഇതിൻ്റെ ഷേപ്പും കാര്യങ്ങളുണ്ട്. നാടൻ പോത്ത് തന്നെയാണ് പറഞ്ഞത്. ഇവിടെ നിന്ന് എടുത്ത് വളർത്തിയാണെന്ന് പറഞ്ഞത്. അപ്പോൾ ഇങ്ങനത്തെ നല്ല ക്വാളിറ്റി പോത്തുകളോട് ചന്തയിലുണ്ട്. വീഡിയോയിൽ കാണുമ്പോൾ അത്ര ഷേപ്പ് അറിയില്ല. അവിടെ നല്ല പോത്തുകളാണ് കേട്ടോ. നല്ല ഷേപ്പും കാര്യങ്ങളുണ്ട്. അതുപോലത്തെ കുറച്ച് പോത്തുകൾ നിൽക്കുന്നുണ്ട്. നല്ല ഹെഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ചാനലിൽ പോയിട്ടുണ്ടോ? എത്ര പറയണേ? ആ 40 റുപ്യ പറയണത്. അത്യാവശ്യം നീളം കാര്യങ്ങളൊക്കെ ഉണ്ട്. വളർച്ചയുണ്ട്. 40 റുപ്യ കൊടുക്കാം. പറഞ്ഞോ. ഹലോ പറഞ്ഞു. ആ ഇത് 40 റുപ്യ കൊടുക്കും. 38 രൂപ ചോദിക്കണേ. 1000 കൂടി കിട്ടിയാലും 39 രൂപ ഇപ്പോൾ കൊടുക്കും. കൂടുതൽ വേണില്ല. ഇതാ വന്നു. ഇതാ 39 കൊടുത്തു. 39 കൊടുത്തു.
38 കഴിഞ്ഞത് ഇപ്പൊ ഷൂട്ട് ചെയ്തതിന്റെ ഫലം കണ്ട പെട്ടെന്ന് ഇതായി. 57 റുപ്യ വിലയാണ്. ആ അത് ഒരു കാര്യം കച്ചവടം നടക്കണ്ടേ, അത് പോയി. ആണ്ട ഷൂട്ട് ചെയ്തുള്ള അപ്പോഴേക്കും പോയി. അത് വീഡിയോ എടുക്കുന്നുണ്ട് കേട്ടാ. എന്താ പറയണേ? 14 റുപ്യാണ് പറയണത്. ഇപ്പോൾ എന്തെങ്കിലും അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ ഉണ്ടാവും, കച്ചവടത്തിൻ്റെ ഭാഗമായിട്ടുള്ള അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടാവും. ചെറിയ കുട്ടികളാണ്, കുഴപ്പമില്ല. ഒരു 100 14 റുപ്യ, ഒരു 110 ആ റേഞ്ചിന് ഉണ്ടാവുള്ളൂ. 110, 115 ആ റേഞ്ചിന് ഉണ്ടാവും. കുട്ടികളാണ്. ാണ് പറയണത്. കച്ചവടത്തിൻ്റെ ഭാഗത്ത് കുറച്ച് കുറവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. കുഴപ്പമില്ലാത്ത കുട്ടിയാണ്. ബ്രെഡും ക്വാളിറ്റി അത്യാവശ്യം ഉണ്ട്, എന്നാലും വലിയ കുഴപ്പമില്ല. ചെറിയ മൂരി കുട്ടികളുണ്ട്. അതിനൊക്കെ 1500 റുപ്യ കൊടുത്താൽ കിട്ടും. അത്ര തന്നെ വില ഉണ്ടാവുള്ളൂ. നല്ല കാങ്കയം കുട്ടി, കുഴപ്പമില്ല. അത്യാവശ്യം ക്വാളിറ്റി ചെറിയ വിലയ്ക്കൊക്കെ കിട്ടും. ആദ്യം വലിയ വിലയൊക്കെ പറയവർ, ഇപ്പോൾ അതിനെ മതിച്ചെടുത്താൽ മതിയാവും. ഇത് കുറച്ച് വലിയ പോത്തുകൾ നിൽക്കുന്നുണ്ട്. അപ്പം ഒന്ന് സൈഡ് എടുക്കാതിനെ. ഇത് വലിയ കാളയാണ്, ഗിർക്കാള. 1.5 സൈസ് ഉണ്ട്. വീഡിയോയിൽ കാണുന്ന പോലെ അല്ല, 1 സൈസ് ഉണ്ട്. നിരന്ന് നിൽക്കുന്നുണ്ട്. അയ്യോടക്ക് അങ്ങനെ കൊടുക്കും. അതെന്തിനാ കൊടുക്കണേ? ഇങ്ങോട്ട് തന്നെ കാട്ടുക. പിന്നെ എങ്ങനെ കാട്ടുക? ആ ഇത് എടുത്തോ. എടുത്തുണ്ട് കേട്ടാ. ചെണ്ടല്ല വന്നല്ലേ പള്ളിയൊക്കെ കണക്ക് നല്ല കാര്യത്തിൽ അതങ്ങ് അടച്ചിട്ടല്ലേ. പള്ളിക്കാണ് ഞാൻ തന്നാണ്. ഇത് അച്ഛണ്ടാവും ചെയ്തു. അതാണ് ഇത് നല്ല പശുക്കുട്ടികൾ നിൽക്കുന്നുണ്ട്. നല്ല നാടൻ പശുക്കുട്ടികളാണ്. കുറച്ചുകൂടി കാണാനും ഭംഗിയുള്ള നല്ല പശുക്കളായിട്ട് നിൽക്കുന്നത്.
ആർക്കെങ്കിലൊക്കെ വേണമെങ്കിൽ ഇവിടെ വന്നിട്ട് നോക്കിയെടുക്കുന്നതാണ്. ഓക്കെ, അവിടെ അപ്പുറത്തൊരു കാളേരെ കച്ചവടം നടക്കുന്നുണ്ട്, നോക്കണ്ട. ഏതാ നിങ്ങൾ പിടിക്കാം, നിങ്ങളേതാ കന്നുണ്ടോ? പറ്റുമോ? യൂട്യൂബ് ആ ഇത് ചെറിയ പശുക്കുട്ടികളാണ്. ഇവിടെ കുറച്ച് കുട്ടികൾ നിൽക്കുന്നുണ്ട്, തമിഴ്നാട് കുട്ടികളെന്ന് തോന്നുന്നുണ്ട്. ചെറിയ കുട്ടികൾ, പശുക്കുട്ടികൾ. ഇത് കറവുള്ളത് എന്താണെന്ന് അറിയില്ല, എന്തെങ്കിലും പ്രശ്നമുള്ള കാരണം ഒഴിവാക്കിയുള്ളതാവും. അപ്പം നോക്കുക, ആർക്കെങ്കിലും വേണമെങ്കിലേ ചെറിയ വിലക്കൊക്കെ ഇത് കിട്ടും, പോയി നോക്കാവുന്നതാണ്. ആ എടുക്കാലോ. ഏതാ നിങ്ങളുടെ ഏതാ കന്നുണ്ടോ അവിടെ? യൂട്യൂബ് ഇടാനാണിത്. അപ്പോൾ നല്ല പശുക്കുട്ടികൾ ആർക്കെങ്കിലും വേണമെങ്കിൽ ചെറിയ വിലയ്ക്കൊക്കെ മതിച്ചെടുക്കാൻ പറ്റും. ഓക്കെ, ഇത് 2 മൂരിയാകുന്നുണ്ട് ഈ അറ്റത്ത് നിൽക്കുന്നത്. പശുക്കുട്ടികളാണ് കൂടുതലും സൈസ് കുറഞ്ഞത്. ഇത് എങ്ങനെയാണ് നമുക്ക് പറയാൻ പറ്റില്ല, കുറച്ച് ഇതുണ്ടാവും. ഓക്കെ, കുറച്ച് മൂരിക്കുട്ടികൾ നിൽക്കുന്നുണ്ട്. അതിൻ്റെ വില എങ്ങനെയാണെന്ന് പറയാൻ അറിയില്ല, നമ്മളറിയണവരൊക്കെയാണ്. ആൾ കുറച്ചൊന്ന് മാറ്റി കിട്ടാൻ മതി, വില ചോദിച്ചാൽ കുറച്ച്. ഇതിൻ്റെ ഉള്ളിൽ 2 പശുക്കൾ നിൽക്കുന്നുണ്ട്. അത്യാവശ്യം കാണാനും ഭംഗിയുണ്ട്. ആകിട്ടൊന്നും എന്താണെന്നും അറിയില്ല. അത്യാവശ്യം വലിയ ഇതൊന്നുമില്ല, സൈസില്ല. ആവശ്യമുള്ളവർക്ക് വന്നിട്ട് ഇതൊന്നും നോക്കാവുന്നതാണ് കേട്ടോ. ഇതിപ്പം ഗ്യാരൻ്റി ഒന്നും ഉണ്ടാവില്ല അവർക്ക്. ഇപ്പോൾ ഇത് ഇറച്ചി കന്നിൻ്റെ പോലെ തന്നെ കൊടുക്കുള്ളൂ അവർ. ഓക്കെ, ഇന്നും നല്ല തിരക്കുണ്ട് ഇവിടെ. കഴിഞ്ഞ ആഴ്ചയൊന്നും ഇത്ര തിരക്കുണ്ടാകുന്നില്ല. കഴിഞ്ഞ ആഴ്ച ആവുന്നുണ്ടായിരുന്നു. അപ്പോൾ 10 മണിക്കാകുമ്പോഴേക്കും ഇത്രയ്ക്ക് ഇതൊന്നും ഉണ്ടാകുന്നില്ല. ഇതൊന്നും ഫുള്ള് തിരക്കാണ്. നല്ല കുട്ടികളും വന്നിട്ടുണ്ട് അതുപോലെ. അപ്പോൾ ഇത്രയും വിലയും കുറയും. വില നന്നായി പേശി എടുക്കാൻ പറ്റുന്നവർക്കാണ് നന്നായി വില കുറച്ചെടുക്കാനും പറ്റുള്ളൂ. മൊത്തം ചെറിയ കുട്ടികളൊന്നും കൂടാല്ലേ. ഇന്ന് മറ്റേ SR ഗ്രൂപ്പിനെയും കാണാമല്ലേ, അവർ കൊടുത്തിട്ട് വേഗം പോയിന്നാണ് വന്നത്. ഈ സൈഡിൽ കുറച്ച് വലിയ കുട്ടികൾ നിൽക്കുന്നുണ്ട്. നമ്മുടെ ആകുമ്പോൾ അവിടെ നിന്ന് കളിക്കുന്നുണ്ട്. അപ്പുറ സൈഡ് കൂടുതൽ വലിയ പോത്തുകൾ നിൽക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ഒന്നും പോയി നോക്കണം. നല്ല തിരക്കുണ്ട് കേട്ടോ.
ഒരൊറ്റ ഒരു കാടി വാങ്ങിയിട്ടില്ല. ഏറ്റവും നല്ല ഔഷധമാണ് ഫ്ലാക്സ് സീഡ് അഥവാ ചണം. ശാസ്ത്രങ്ങളായി ഇതാണ് ഈ ചന്തയുടെ കവാടം. അത്യാവശ്യം കച്ചവടം കാര്യങ്ങളുണ്ട് ഇവിടെ. ശരീരത്തിലെ പ്രധാനമായ ആന്തരിക അവയവങ്ങളെ സംരക്ഷിക്കാനും ഇത് വരണത് അക്കിക്കാവ് പട്ടാമ്പി റൂട്ടിൽ ഒറ്റപ്ലാവ് എന്ന സ്ഥലത്താണ്. എല്ലാ ചൊവ്വാഴ്ചയാണ് ചന്ത വരുന്നത്. ചന്തയുടെ ഇന്നിപ്പോൾ കന്ന് കൂടുതലാണ്. ഇന്ന് കഴിഞ്ഞ ആഴ്ച ഒന്നും ഇത്ര കന്നുണ്ടാകുന്നില്ല. കന്നും കൂടുതലാണ്. പിന്നെ റൂട്ട് ആൾക്കാർ വരുമ്പോൾ തൃശ്ശൂരിൽ നിന്ന് വരുമ്പോൾ നമ്മൾക്ക് നേരെ അക്കിക്കാവ് കോഴിക്കോട് റൂട്ടിൽ നിന്ന് തിരിഞ്ഞിട്ട് അക്കിക്കാവിലെത്തുമ്പോൾ അവിടെ നിന്ന് റൈറ്റ് തിരിയുക, പട്ടാമ്പി റൂട്ടിൽ കയറുക. അങ്ങനെയാണ് റൂട്ട് വരുന്നത്. സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാർ ഒരുവിധം സബ്സ്ക്രൈബ് കൂടിക്കിടക്കുന്നുണ്ട്. അത് പറഞ്ഞിട്ടാണെന്നൊന്നും അറിയില്ല. 2% താഴെയും സബ്സ്ക്രൈബ് ചെയ്തത്. ഇപ്പോൾ ഒന്നും കൂടിയില്ല. അപ്പോൾ ഒന്നും സബ്സ്ക്രൈബ് ചെയ്തിട്ട് സഹകരിക്കാൻ നോക്കുക, ലൈക്ക് ചെയ്യുക. പുതിയ വീഡിയോസ് വരുന്നുണ്ട്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ.